കൊച്ചി വികസനത്തിന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ സ്വപ്ന പദ്ധതികൾ നിർമ്മിക്കാൻ പണം മുടക്കാൻ തയ്യാറായി നിരവധി നിക്ഷേപകർ വന്നുകൊണ്ടിരിക്കുന്നു. പാർട്ണർ കേരള നിക്ഷേപക സംഗമത്തിൽ കൊച്ചിയിലെ പ്രധാന പദ്ധതികളായ മുണ്ടൻവേലി റീജിയണൽ സ്പോർട്സ് കോംപ്ലക്സ്, അംബേദ്കർ സ്റ്റേഡിയത്തിലെ ഷോപ്പിംഗ് മാൾ എന്നിവയിലുൾപ്പെടെ നിക്ഷേപത്തിന് തയ്യാറായി ഏറെ പേരെത്തി. നഗരവികസന പദ്ധതികൾക്ക് സ്വകാര്യ പങ്കാളിത്തം തേടി നഗരകാര്യ വകുപ്പ് സംഘടിപ്പിച്ച സംഗമത്തിന്റെ ആദ്യ ദിനം സംസ്ഥാനത്തെ 1863 കോടി രൂപയുടെ പദ്ധതികളുടെ താൽപര്യപത്രമാണ് ഒപ്പിട്ടത്. നഗരസഭകളുടെ വികസന പദ്ധതികൾക്ക് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിക്ഷേപകരെ കണ്ടെത്താൻ നഗരകാര്യ വകുപ്പ് സംഘടിപ്പിച്ച പാർട്ണർ കേരള നിക്ഷേപ സംഗമത്തിന് മികച്ച പ്രതികരണത്തോടെ തുടക്കം. 500-ലധികം നിക്ഷേപകരാണ് സംഗമത്തിൽ രജിസ്റ്റർ ചെയ്തത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മുടങ്ങിയിരിക്കുന്ന നഗരസഭകളുടെ പദ്ധതികൾക്ക് നിക്ഷേപകരെ കണ്ടെത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് പാർട്ണർ കേരളയുടെ ശ്രമം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് ഇൻഡോർ സ്റ്റേഡിയം, മൂവാറ്റുപുഴയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 12 നില വ്യാപാര സമുച്ചയം, കൂനംതയിൽ 46 ഏക്കറിലെ ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങിയ പദ്ധതികൾ നിക്ഷേപ സമാഹരണത്തിനായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ചെറിയ തോതിൽ മുതൽ മുടക്കാൻ സന്നദ്ധതയുള്ളവരുടെ പാർട്ണർ കേരള എന്ന ഈ കൂട്ടായ്മ അധികാര വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്തുമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത വയലാർ രവി പറഞ്ഞു. വിവിധ നഗരസഭകൾ 6500 കോടി രൂപ മുതൽ മുടക്കുള്ള 84 പദ്ധതികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ നിക്ഷേപകരുമായി ആശയവിനിമയം നടത്തും. മനോരമ ന്യൂസ്, കൊച്ചി.